നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രതീതി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട്, അത് നമുക്ക് വിശ്വസിച്ചേ മതിയാവും. കാരണം അങ്ങനത്തെ ചില പ്രതീതികൾ കൊണ്ടാണ് ഇന്ന് പലരും അധികാരം കൈയാളി നിൽക്കുന്നത്. എന്താണ് പ്രതീതി രാഷ്ട്രീയം? ഇവിടെ ന്യൂനപക്ഷത്തിന് എതിരായിട്ടാണ് ഇവിടുത്തെ ഇടത് സർക്കാർ നിലകൊണ്ടത് എന്നതാണ് പ്രതീതി രാഷ്ട്രീയം. ആ പ്രതീതി സൃഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം സാധിക്കാൻ കഴിഞ്ഞ ഒന്നാണ്. ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ വിവരക്കേടുകൾ അത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കൊട്ടിയിട്ടുകൊണ്ട് ഒടുവിൽ ആ പറഞ്ഞതെല്ലാം CPM പറയിച്ചതാണ് എന്ന് പറയുന്നിടത്താണ് പ്രതീതി ഉണ്ടാവുക. അതായത് ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ന്യൂനപക്ഷത്തിന് എതിരാണ്. ഇതാണ് പ്രതീതി. ഈ പ്രതീതിയിൽ നിന്നാണ് അവിടെ ഇന്ന് കാര്യമായി നേട്ടം കൊയ്തെടുക്കാൻ സാധിച്ചത്. SDPI അടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം, മുസ്ലിം ലീഗ് അടക്കം, സമസ്തയടക്കം, അങ്ങനെ സമസ്ത മുസ്ലിങ്ങളെയും ഒരുമിച്ച് തൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ UDFന് കഴിഞ്ഞുവെങ്കിൽ അത് UDFൻ്റെ പ്രതീതി രാഷ്ട്രീയത്തിന് ഉദാഹരണമായി നമുക്ക് കാണേണ്ടി വരും. പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി ഒടുവിൽ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് എത്തിയതിനു ശേഷം തുടർന്ന് ഈ ന്യൂനപക്ഷത്തിനോട് കാട്ടുന്ന അവഗണനയാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. ന്യൂനപക്ഷത്തോട് അതുവരെ ഞങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പമാണ് നിലനിൽക്കുക എന്ന് പറഞ്ഞ് ശീലിച്ചതിന് ശേഷം ഇപ്പോൾ ന്യൂനപക്ഷത്തിനോട് കാട്ടുന്ന കടുത്ത അനീതി, അവഗണന. എവിടെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്? എവിടെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ? എവിടെയാണ് KM ഷാജി? എവിടെയാണ് PK ഫിറോസ്? ഇതൊക്കെ ചോദിക്കേണ്ടി വരും. ഇവരൊക്കെ എവിടെയാണ്, ഏത് മാളത്തിലാണ് ഇവർ പോയി ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. അതിനും കാരണമുണ്ട്. നമ്മുടെ കേരളത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, അതായത് 2026 അടുത്ത മന്ത്രിസഭ അധികാരമേൽക്കുന്ന ആ ദിവസം കേരളത്തിൽ മുഴങ്ങിക്കേട്ടത് വന്ദേമാതരമായിരുന്നു. അതും പൂർണ്ണമായ എല്ലാ വരികളും പാടിക്കൊണ്ട് വന്ദേമാതരം ഇവിടെ ഉച്ചരിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായി. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിക്കുന്നു. പിന്നീട് നിയമസഭയിലേക്ക് എത്തുന്ന വേളയിൽ അന്നും മുഴങ്ങിക്കേട്ടു കേരള ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ വന്ദേമാതരം. എങ്ങനെ സംഭവിച്ചു? എന്തിനു വേണ്ടി സംഭവിച്ചു? ആർക്കു വേണ്ടി സംഭവിച്ചു? ഇവിടെയാണ് ചില രാഷ്ട്രീയക്കാരുടെ ചില പൊള്ളത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ആദ്യമായി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം മുഖ്യമന്ത്രിയുടെ പരിശോധിച്ച് നോക്കൂ. ഒരു വാക്കുകൊണ്ടെങ്കിലും പൊട്ടൊരക്ഷരം കൊണ്ടെങ്കിലും കേന്ദ്രത്തെ വിമർശിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയെ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നിട്ടും മിണ്ടിയില്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള, KM ഷാജി അടക്കമുള്ള തൻ്റെ ഇടമുള്ള ആണായി പിറന്ന ആണുങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ. KM ഷാജി എന്തെല്ലാം വിളിച്ചുകൂവി. KM ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തെരുവിലിട്ട് കശാപ്പ് ചെയ്യുന്നതിന് തുല്യമായ രീതിയിൽ സംസാരിച്ചിരുന്നില്ലേ? ആ KM ഷാജിയുടെ ഉശിരും ഉയിരും ഒക്കെ എവിടെ പോയി മറഞ്ഞു എന്ന് ചോദിക്കേണ്ടി വരും. PM ശ്രീ പദ്ധതി എടുത്ത് തോട്ടിലെറിയും എന്ന് പറഞ്ഞ KM ഷാജിയുടെ ഉശിരും ഉയിരും എവിടെ പോയി എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അധികമൊന്നും മിണ്ടിയിട്ടില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ, വലിയ തട്ടുകേടില്ലാതെ പോകേണ്ടി വരും. എന്നാൽ ഇവരൊക്കെ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കൂ. മെയ് മാസം 1-ാം തീയതി ഇവിടെ നടത്തിയ ഒരു സന്ദർശനമുണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ, അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഫാദറായിരുന്ന അല്ലെങ്കിൽ പിതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ കയറി VD സതീശൻ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്തു. ഷൗക്കത്തിന് ഒപ്പമില്ലാതെ അവിടേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് അതെല്ലാം വസ്തുനിഷ്ഠമായ കാര്യമായും സത്യസന്ധമായ വീണ്ടുവിചാരങ്ങളുമായി മാത്രമേ തോന്നിയുള്ളൂ. ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ പോലും ഒരു നേരം കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ലാത്ത അതേ നേതാവ് തന്നെയാണ് പറയുന്നത്, ഞാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാനായി മംഗലാപുരത്തേക്ക് പോയി എന്ന്. അവിടെ പോയി കണ്ടതാരൊക്കെയാണ്? NDAയുടെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിനെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പോലും ഒരു അടിക്കണക്കിന് അകലം പാലിച്ചു നിൽക്കുന്ന അദാനി ഗ്രൂപ്പിലെ പ്രമുഖനായ വ്യക്തിയുമായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തി. എന്തിനു വേണ്ടി? ഇതൊന്നും ആരും എവിടെയും ചോദിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെയോ ന്യൂനപക്ഷത്തിൻ്റെ ആ പ്രതീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. ന്യൂനപക്ഷത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ എന്ന് പറയേണ്ടി വരും. പച്ചയ്ക്ക് കണ്ണ് മടച്ച് പറയേണ്ടി വരും.
അതിനുശേഷം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതിനുശേഷം ആദ്യമായി പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമനം നടക്കുന്നു. ആരാണ്? ഇവിടെ BJPയുടെ ഓഫീസിൽ പതിപ്പിച്ച സർക്കുലർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചതിനെ വെറും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് മാത്രം പറഞ്ഞ് എഴുതി തള്ളിയ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടേതോ അതായത് UDF നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ പ്രതിനിധി അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ അടിമുടി സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഇടത്തിൽ ജീവിക്കുന്ന രത്തൻ യു ഖേൽക്കർ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വരുന്നു. എന്ത് വിരോധാഭാസമാണ് എന്ന്, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിക്കോ സാദിഖ് അലി തങ്ങൾക്കോ KM ഷാജിക്കോ ആർക്കും തോന്നാതെ പോയത്? യൂത്ത് ലീഗ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്ന് അവിടെ യൂത്ത് ലീഗുകാർ അവിടെ MLA പടം വെച്ചു, പക്ഷേ കൊണ്ടോട്ടിയിലാണ് എന്ന് തോന്നുന്നു. അതേസമയം VD സതീശൻ്റെ പടമില്ലാത്തതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പുതിയ ഫ്ലെക്സ് അടിച്ച് വിതരണം ചെയ്യുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് പ്രിയദർശിനി ബസ് സർവീസിൻ്റെ ഉദ്ഘാടനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് ഒന്ന് ചോദിച്ചത് പോലുമില്ലല്ലോ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? രത്തൻ യു ഖേൽക്കറെ എന്തിനാക്കി? തുടർന്ന് ഇങ്ങോട്ട് നടന്ന നിയമനങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇവിടെ കേരളത്തിൻ്റെ സർവകലാശാല MG സർവകലാശാല സെനറ്റിലേക്ക് 30 പേരടങ്ങുന്ന സെനറ്റിലേക്ക് 19 പേരെ സംഘപരിവാറുകാരെ ഇവിടുത്തെ ഗവർണറായ ഈ നമ്മുടെ ആർലേക്കർ നിയമിച്ചതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും തർക്കിക്കാനോ അല്ലെങ്കിൽ ചെയ്ത് തെറ്റായി പോയി എന്ന് പറയാനോ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ റോജി M ജോൺ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉള്ളതാണ് ഈ കേരളം. എന്നിട്ട് ചോദിച്ചോ ഈ ലീഗുകാർ ചോദിച്ചില്ല. ഇടയ്ക്ക് സമസ്ത എന്തോ ഒരു ഇതിറക്കി അത് വിട്ടുകളഞ്ഞു. അല്ലാതെ അതിനെ പിന്തുടരാനോ അല്ലെങ്കിൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനോ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ ഒരു അനുഭവം. അവർ സംഘികൾ കയറിക്കോട്ടെ എന്ന് ഒരു നിശബ്ദമായ നിലപാടാണോ സ്വീകരിക്കുന്നത്? അതോ തൻ്റെ വീട്ടിലേക്ക് ED കുതിച്ചു കയറി വരുമെന്നുള്ള ഭയം കൊണ്ടാണോ മുസ്ലിം ലീഗുകാർ മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാർ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുന്നത്? ചോദിക്കേണ്ടി വരും. ഇനിയുമുണ്ട് അനുഭവങ്ങൾ. ഇപ്പോൾ പുതിയ പ്ലീഡർമാരെ നിയമിക്കുന്നു. ആദ്യമായി ദേവസ്വം ബോർഡ് സ്പെഷ്യൽ പ്ലീഡർ ആരായിരുന്നു? KB പ്രദീപ് ആരായിരുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ച കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾ BJPയുടെ അധ്യക്ഷനായി വന്നപ്പോൾ അദ്ദേഹത്തെ വാനോളം പ്രശംസിച്ച നല്ല ഒന്നാം തരം തികഞ്ഞ ഒരു സംഖ്യയല്ലായിരുന്നോ ഈ പറയുന്ന KB പ്രദീപ്? ആ പ്രദീപിനെ ഒരു മനുഷ്യൻ ദേവസ്വം വകുപ്പ് മന്ത്രി പോലും അറിയാതെ തൻ്റെ സ്വന്തം നിലയ്ക്ക് ഒരു നിയമമന്ത്രി എന്നുള്ളതിൻ്റെ എല്ലാ വാലിഡിറ്റിയും മുഖ്യമന്ത്രി എന്നുള്ള ആ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഹൈക്കോടതിയിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ നിയമിച്ചത് എന്നൊരു ചോദ്യം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുകയുമില്ല. ഇനി അവിടെയും തീരുന്നില്ലെന്നേ. ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കുന്നത് അഭിഭാഷക പരിഷത്ത് നേതാവായ അമൽ ദർശൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ നിയമിച്ചു. ആരാണ് അയാൾ? എന്താണ് അഭിഭാഷക പരിഷത്ത്? അഭിഭാഷക പരിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞാൽ അഭിഭാഷകരുടെ BJPയുമായി ബന്ധമുള്ള സംഘടന തന്നെയാണ്. BJPയുടെ അഭിഭാഷക സംഘടന, സംഘപരിവാറിൻ്റെ അഭിഭാഷക സംഘടന, അതിൽപ്പെട്ട ഒരാളെ ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നു. എല്ലാ ചട്ടങ്ങളും എല്ലാം മറികടന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രി. എന്നിട്ട് ചോദിച്ചോ? ഇല്ല. ഇനിയും അനവധി ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഈ പറയുന്ന മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗീയ പ്രീണനത്തിൻ്റെ മുഖം മൂടികളെ കുറിച്ച് മനസ്സിലാക്കാൻ അപ്പോഴും ഈ ലീഗുകാർക്ക് മിണ്ടാനൊന്നുമില്ല, ലീഗുകാർക്ക് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ലീഗുകാർ അപ്പോഴും പഞ്ചപുച്ഛമടക്കി മുഖ്യമന്ത്രി VD സതീശൻ കാണിക്കുന്നതിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നു. ധർമ്മപുരാണം എന്ന് പറയുന്ന OV വിജയൻ്റെ നോവലിലെ ആദ്യത്തെ വാചകം പോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ. നിങ്ങൾക്കിത് വേണം എന്ന് 1000 ആവർത്തി പലരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ കേട്ടിട്ടും അങ്ങ് പാണക്കാട്ടെ തങ്ങന്മാരും അതോടൊപ്പം തന്നെ നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയും നമ്മുടെ KM ഷാജിയും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും PK ഫിറോസും ഒക്കെ എല്ലാവരും ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി തൻ്റെ വീട്ടിലേക്ക് ED വന്ന് കയറുമോ എന്നുള്ള ഭയത്തിലാണോ എന്നുകൂടി നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.